അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉളുഹിയ്യത്തിന്റെ കർമ്മകാണ്ഡം എന്ന പേരിൽ പ്രവാസി വായനയിൽ അഹമ്മദ് മലബാരിയുടെ ലേഖനം. അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് ബലിപെരുന്നാൾ ദിനത്തിലും തുടർന്നുള്ള 3 ദിവസങ്ങളിലും ആടുമാടുകളെ അറുക്കുന്നതാണ് ഉളുഹിയ്യത്ത്. സൂറത്തുൽ കൗസറിലെ 2-ാമത്തെ ആയത്തും ചില ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായവും അനുസരിച്ച് 22-ാം സൂറത്തിലെ അഥവാ സൂറത്തുൽ ഹജ്ജിലെ 36-37 ആയത്തുകളും ബലികർമ്മത്തിനുള്ള തെളിവാണ്. ബലികർമ്മം നടത്തുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യവും പെരുന്നാൾ ദിനത്തിൽ മനുഷ്യന് ചെയ്യാനില്ല എന്ന ആശയം വരുന്ന ഹദീസും അതിന് തെളിവ് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധവും നമുക്ക് സുന്നത്തുമാണ് ബലിദാനം. എന്നോട് ബലികർമ്മം നടത്താൻ നിർബന്ധമായി കൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾക്കത് സുന്നത്താണ് എന്ന് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. തന്റെ ഇടമുള്ള സ്വതന്ത്രനായ ഇസ്ലാമിക നിയമങ്ങൾ ബാധകമായ അറുക്കാൻ കഴിവുള്ള എല്ലാ മുസ്ലിമിനും ഉളുഹിയ്യത്ത് സുന്നത്താണ്. ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ എല്ലാവർക്കും സുന്നത്ത് കിഫായാണ്. അവരിൽപ്പെട്ട മേൽപ്പറഞ്ഞ വിശേഷണങ്ങളുള്ള ഒരാൾ ചെയ്താൽ എല്ലാവരുടെയും ബാധ്യത ഒഴിവാകും. പക്ഷെ അറുക്കുന്ന ആള് പ്രതിഫലത്തിൽ മറ്റുള്ളവരെയും പങ്കുചേർത്തില്ലെങ്കിൽ അവന് മാത്രമേ കിട്ടൂ. പ്രതിഫലത്തിൽ മറ്റുള്ളവരെ പങ്കുചേർക്കാൻ അവന് പറ്റും. നിഹായയിൽ പറയുന്നു, അറുക്കുന്നവന് മറ്റുള്ളവരെ കൂലിയിൽ പങ്കുചേർക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനയിൽ വെച്ച് തന്റെ പത്നിമാർക്ക് വേണ്ടി ബലിയറുത്തു. ഞങ്ങളിൽ ഒരാൾ തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി ബലിയറുക്കാറുണ്ടായിരുന്നു എന്ന് അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്വഹീഹായ പരമ്പര വഴി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ബലികർമ്മം ഉദ്ദേശിക്കുന്നവർ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നഖം, മുടി, രക്തം, ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗങ്ങൾ എന്നിവ ദുൽഹിജ്ജ 1 മുതൽ അറവ് കഴിയുന്നതുവരെ നീക്കാതിരിക്കൽ സുന്നത്താണ്. രക്തത്തിന്റെ കാര്യത്തിൽ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവയെല്ലാം നീക്കൽ ഹറാമാണ് എന്ന അഭിപ്രായക്കാരുമുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഈ അഭിപ്രായക്കാരനാണ്. എന്നാൽ നീക്കേണ്ട ആവശ്യം നേരിട്ടാൽ നീക്കാവുന്നതാണ്. കട്ടവന്റെ കൈമുറിക്കൽ പോലെ നിർബന്ധവും, കുട്ടിയുടെ ചേലാകർമ്മം പോലെ സുന്നത്തും, വേദനയുള്ള പല്ലുപറിക്കൽ പോലെ ഹലാലുമാകുന്നത് ഉദാഹരണം. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഉളുഹിയ്യത്ത് ഉണ്ടെങ്കിൽ പ്രബലമായ അഭിപ്രായമനുസരിച്ച് ആദ്യത്തേതിനെ അറുക്കുന്നതോടെ കറാഹത്ത് നീങ്ങുമെങ്കിലും എല്ലാം അറുക്കുന്നതുവരെ ഒന്നും നീക്കാതിരിക്കലാണ് ഉത്തമം. മനുഷ്യൻ വളർത്തുന്ന മാട്, ഒട്ടകം, ആട് എന്നിവയല്ലാതെ മറ്റൊന്നും ഉളുഹിയ്യത്തിന് പറ്റുകയില്ല. നെയ്യാട് വർഗത്തിൽപ്പെട്ടതാകുമ്പോൾ 1 വയസ്സ് പൂർത്തിയാവുകയോ അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം സ്വാഭാവികമായി പല്ല് പറിക്കുകയോ ചെയ്താൽ അനുമതിയാകും. ആണാടും പെണ്ണാടും മതിയാകുമെങ്കിലും കൂടുതലായി ഇണചേരുന്ന ആണാടിനേക്കാൾ നല്ലത് പെണ്ണാടാണ്. കോലാടാണ് എങ്കിൽ 2 വയസ്സ് പൂർത്തിയാകണം. ഒരാട് ഒരാൾക്കേ ഉളുഹിയ്യത്താക്കാൻ പറ്റൂ. എന്നാൽ കൂലിയിൽ മറ്റുള്ളവരെയും പങ്കുചേർക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ആടുകളെ അറുക്കുകയും അല്ലാഹുവേ, മുഹമ്മദ് നബിയിൽ നിന്നും നീ ഇത് സ്വീകരിക്കണമെന്ന് ദുആ ചെയ്യുകയുമുണ്ടായി. അറുക്കപ്പെടുന്ന ജീവി നിശ്ചിതമാക്കൽ നിർബന്ധമാണ്. 2 ആളുകൾ ചേർന്ന് 2 ആടുകളെ വാങ്ങുകയും ഓരോരുത്തരുടേത് ഏതാണെന്ന് തിട്ടപ്പെടുത്താതെ അറുക്കുകയും ചെയ്താൽ ഉളുഹിയ്യത്തായി പരിഗണിക്കില്ല. സംഘടിതമായി അറുക്കുന്ന ഉളുഹിയ്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്. കുറെ മൃഗങ്ങളെ ഒരു സംഘം ആളുകൾ പണം മുടക്കി വാങ്ങിക്കൊണ്ടുവന്ന് അതിൽ നിന്ന് ഇന്ന മൃഗം ഇന്ന ആളുടേത് എന്ന് കണക്കാക്കി വില നിശ്ചയിക്കാതെ മൊത്തം വില നിശ്ചയിച്ച് ഓഹരി ചെയ്താൽ ശരിയാവുകയില്ല. പശുവർഗം അഥവാ കാള, പോത്ത്, എരുമ എന്നിവയെല്ലാം പശുവർഗത്തിൽപ്പെടും. ഇനി ഈ പശുവർഗം, ഒട്ടകം എന്നിവ 1 മുതൽ 7 ആൾക്ക് വരെ മതിയാകും. സ്വന്തമായി ഒരു ആടിനെ അറുക്കലാണ് ഒരു ഒട്ടകത്തിലോ മറ്റോ പങ്കുചേരുന്നതിനേക്കാൾ നല്ലത്. പങ്കുചേരുന്ന വിഹിതം ഒരാടിനേക്കാൾ കൂടുതൽ ആയാലും ശരി. ഒന്നിൽ കൂടുതൽ പേർ ഒരു മൃഗത്തിൽ പങ്കുചേരുമ്പോൾ ഓരോരുത്തരുടെയും വിഹിതത്തിൽ നിന്ന് ഒരു ഫക്കീറിനെങ്കിലും സ്വതക്ക ചെയ്യൽ നിർബന്ധമാണ്. ആരുടെയെങ്കിലും വിഹിതത്തിൽ നിന്ന് ഒരു ഫക്കീറിനെങ്കിലും സ്വതക്ക കിട്ടിയില്ലെങ്കിൽ അയാളുടെ ഉളുഹിയ്യത്ത് വീടുകയില്ല. ബാക്കിയുള്ളവരുടേതിന് കുഴപ്പം ഇല്ല.
കാരണം ഓരോ ഓഹരിയും ഓരോ ഉൽഹിയ്യത്തായാണ് പരിഗണിക്കുക. ഒന്നുകൊണ്ട് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരു ഒട്ടകമാണ് നല്ലത്, പിന്നെ മാടുവർഗം, അതുകഴിഞ്ഞാൽ നെയ്യാട്, ശേഷം കോലാട്. ഒരു ഒട്ടകത്തെയോ ഒരു പശുവിനെയോ അറുക്കുന്നതിനേക്കാൾ നല്ലത് 7 ആടുകളെ അറുക്കലാണ്. ഒട്ടകത്തിൽ ഒരു വിഹിതം ചേരുന്നതിനേക്കാൾ നല്ലത് ഒരു ആടിനെ അറുക്കലുമാണ്. കഴിയുമെങ്കിൽ പുരുഷന്മാർ സ്വന്തം ഉൽഹിയ്യത്ത് അവനവൻ തന്നെ അറുക്കലാണ് സുന്നത്ത്. പുരുഷന്മാരല്ലാത്തവർ മറ്റുള്ളവരെ ഏൽപ്പിക്കലാണ് നല്ലത്. അറുക്കാൻ പ്രയാസമായവരും മറ്റുള്ളവരെ ഏൽപ്പിക്കലാണ് സുന്നത്ത് എന്നും, അതുപോലെ അന്ധനും അറുക്കൽ കറാഹത്തുള്ളവനും ഏൽപ്പിക്കൽ ശക്തിയായ സുന്നത്താണെന്നും ഇമാം അദ്റഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ഉൽഹിയ്യത്ത് അറുക്കാൻ നേർച്ച ചെയ്ത് മാറ്റിവെച്ച മൃഗത്തെ അറുക്കുമ്പോൾ വേറെ നിയ്യത്ത് നിർബന്ധമില്ല. താഴെ പറയുന്നവയിൽ അറുക്കുന്ന സമയത്തോ നേർച്ചയാക്കിയത് ഇതാണോ എന്ന് തീരുമാനിക്കുമ്പോഴോ നിയ്യത്ത് നിർബന്ധമാണ്. 1. ഉൽഹിയ്യത്ത് ആണ് എന്ന് പറയൽ കൊണ്ട് നിർബന്ധമായ ജീവി. 2. നേരത്തെ മൃഗം ഏതെന്ന് നിർണയിക്കാതെ ഉൽഹിയ്യത്ത് അറുക്കുമ്പോൾ നേർച്ചയാക്കുകയും പിന്നീട് നിശ്ചയിക്കപ്പെട്ട ആ ജീവി ഇതാണെന്ന് തീരുമാനിക്കപ്പെടുകയും ചെയ്തത്. 3. സുന്നത്തായ ഉൽഹിയ്യത്ത് മൃഗം അറുക്കാൻ വക്കാലത്താക്കിയിട്ടില്ലെങ്കിലും വകതിരിവുള്ള ഒരു മുസ്ലിമിനെ നിയ്യത്ത് ചെയ്യാൻ ഏൽപ്പിക്കാവുന്നതാണ്. അറുക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഏൽപ്പിക്കുന്നവൻ നിയ്യത്ത് ചെയ്താൽ മതി, ഏൽപ്പിക്കപ്പെട്ടവൻ നിയ്യത്ത് ചെയ്യണമെന്നില്ല. അള്ളാഹുവിന് വേണ്ടി ഈ ജീവിയെ ബലിയൊറുക്കൽ നിർബന്ധമാണ് എന്നോ, അല്ലെങ്കിൽ ഇതിനെ ഞാൻ ഉൽഹിയ്യത്താക്കി എന്നോ, അല്ലെങ്കിൽ ഇത് ബലിമൃഗമാണ് എന്നോ ഒരാൾ പറഞ്ഞാൽ ആ മൃഗത്തിൽ നിന്ന് അവന്റെ ഉടമസ്ഥാവകാശം നീങ്ങുന്നതാണ്. മൃഗം ന്യൂനതയുള്ളതാണെങ്കിലും ഇതാണ് നിയമം. എന്നാൽ ബലിയറുക്കാൻ പറ്റാത്ത മാൻ പോലുള്ള മൃഗങ്ങളിൽ ഈ നിയമം ബാധകമല്ല. ഉടമാവകാശം നീങ്ങിയ ജീവിയെ ബലിയറുക്കേണ്ട സമയത്ത് അറുക്കൽ നിർബന്ധമാണ്. ബലികർമ്മത്തിന് ഉപയോഗിക്കാവുന്ന ജീവിയിൽ അതിന്റെ സാധുതയെ തടയുന്ന വല്ലതും പിന്നീട് ഉണ്ടായാലും ഇതുതന്നെയാണ് നിയമം. നേരത്തെ പറഞ്ഞത് മനസ്സിൽ കരുതുന്നത് കൊണ്ട് പ്രയോജനം ഇല്ല, ഉച്ചരിക്കുക തന്നെ വേണം. അങ്ങനെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതിന് വിപരീതമായി മനസ്സിൽ കരുതുന്നതിന് കുഴപ്പമില്ല. ഈ ജീവി ബലികർപ്പിക്കാനുള്ളതാണെന്ന് ഒരാൾ പറയുകയും പിന്നീട് അത് സുന്നത്തായ ബലികർമ്മമാണ് എന്നാണ് ഞാൻ കരുതിയത് എന്ന് പറയുകയും ചെയ്താൽ അത് സ്വീകരിക്കാമെന്ന് ഇമാം അദ്റഈ റളിയല്ലാഹു അൻഹു പറയുന്നു. അറവ് മൃഗത്തെ തിട്ടപ്പെടുത്താതെ ബലികർമ്മം നേർച്ചയാക്കുകയും പിന്നീട് ഇതാണ് ആ നേർച്ച മൃഗമെന്ന് നിശ്ചയിക്കുകയും ചെയ്താൽ അതിനെ നേർച്ചയാക്കിയതിനു ശേഷം വരുന്ന ബലിയറുക്കേണ്ട ആദ്യ സമയങ്ങളിൽ തന്നെ അറുക്കൽ നിർബന്ധമാണ്. നേർച്ചയാക്കിയവർ സമയം നിർണയിച്ച് ബലികർമ്മം സ്വയം ഏറ്റെടുത്ത് നിർബന്ധമാക്കി എന്നതിനാലും അറുക്കപ്പെട്ട ജീവികളുടെ വ്യത്യാസമനുസരിച്ച് അതുകൊണ്ടുള്ള ഉപകാരത്തിലും വ്യത്യാസമുണ്ടാകും എന്നതിനാലുമാണ് അതിനെ ആ സമയത്തു തന്നെ അറുക്കണം എന്ന് പറഞ്ഞത്. പണം സക്കാത്തായി കൊടുക്കുമ്പോൾ അത് നിശ്ചിത നോട്ടുകളോ നാണയങ്ങളോ ആകുന്നതിന് പ്രസക്തിയില്ലാത്തതിനാൽ ഒരാള് ഞാൻ ഈ നാണയങ്ങൾ സക്കാത്ത് കൊടുക്കുമെന്ന് തീരുമാനിച്ചാലും അത് തന്നെ കൊടുക്കണം എന്നില്ല എന്നാണ് മസ്അല. എന്നാൽ ബലിയറുക്കപ്പെടുന്ന ജീവി അങ്ങനെയല്ല, നിശ്ചിത മൃഗത്തെ തന്നെ അറവ് നടത്തണം. എന്നാൽ ഒരാള് ബലികർമ്മത്തിന് തടസ്സമായ ന്യൂനതയുള്ള ജീവിയെ അറുക്കാൻ സ്വയം നിർബന്ധമാക്കിയാൽ അതുതന്നെ അറുക്കണമെന്നില്ല. എന്നല്ല, ന്യൂനതയില്ലാത്തതിനെ അറുക്കലാണ് ഏറ്റവും ഉത്തമം. ബലികർമ്മത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതോ നേർച്ചയാക്കിയതോ ആയ മൃഗം ഉടമസ്ഥന്റെ അശ്രദ്ധയും വീഴ്ചയുമില്ലാതെ നഷ്ടപ്പെട്ടാൽ പകരം ഒന്നും ചെയ്യൽ നിർബന്ധമില്ല. എന്നാൽ അവന്റെ കുഴപ്പം കൊണ്ടാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അതിന്റെ വില അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ജീവി എന്നിവയിൽ ഏതാണോ വില കൂടുതൽ അത് അവന്റെ മേൽ നിർബന്ധമാകും. വില നിർബന്ധമാകുന്ന ഘട്ടത്തിൽ നഷ്ടപ്പെട്ട ദിവസം അതിന് കിട്ടുന്ന വിലക്ക് നഷ്ടപ്പെട്ട ജീവിയുടെ പ്രായത്തിലും ഇനത്തിലുമുള്ള ഒരു മൃഗത്തെ വാങ്ങി ബലിയുടെ സമയത്ത് തന്നെ അറുക്കൽ നിർബന്ധമാണ്. വീഴ്ച കൂടാതെ നഷ്ടപ്പെട്ടാൽ അതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കാര്യമായ തുക ചെലവാകുമെങ്കിൽ അന്വേഷിക്കൽ അവന് നിർബന്ധമില്ല. അറുക്കേണ്ട സമയമായതിനു ശേഷം അറവ് അകാരണമായി പിന്തിപ്പിക്കുകയും പിന്നീട് മൃഗത്തിന്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്താൽ അത് അവന്റെ പക്കൽ നിന്നുള്ള വീഴ്ചയാണ്. നേരെ മറിച്ച് വഴിതെറ്റിപ്പോയാൽ അത് വീഴ്ചയല്ല.
എന്നാൽ വീഴ്ച കാരണമായി മൃഗം വഴിതെറ്റിപ്പോയാൽ പണം ചെലവഴിച്ചില്ല എങ്കിലും അതിനെ അന്വേഷിക്കൽ നിർബന്ധമാണ്. അറവിനുള്ള സമയം തീരുന്നതിന് മുമ്പ് അതിനെ കിട്ടുകയില്ല എന്ന് അറിഞ്ഞാൽ മറ്റൊരു ജീവിയെ അറുക്കൽ നിർബന്ധമാണ്. നഷ്ടപ്പെട്ട മൃഗത്തെ പിന്നീട് കിട്ടിയാൽ അതിനെയും അറുക്കൽ നിർബന്ധമാണ്. വാങ്ങി ഉദ്ഹിയ്യത്തിനായി നിശ്ചയിക്കുകയും വാങ്ങുന്നതിന് മുമ്പ് തന്നെയുള്ള ന്യൂനത അതിൽ പിന്നീട് കണ്ടെത്തുകയും ചെയ്താൽ അതിനെ തിരിച്ചു കൊടുക്കാൻ പാടില്ല. പക്ഷേ ന്യൂനതക്കുള്ള നഷ്ടപരിഹാരം വിറ്റ ആളിൽ നിന്ന് വാങ്ങാൻ അവകാശമുണ്ട്. ആ ജീവിയെ തന്നെ അറുക്കൽ നിർബന്ധവുമാണ്. ഉദ്ഹിയ്യത്തിനു വേണ്ടി നേരത്തെ നിശ്ചയിച്ച ഒരു ജീവിയിൽ ന്യൂനത ഉണ്ടാക്കിയാൽ അതിനെയും ന്യൂനതയില്ലാത്ത മറ്റൊന്നിനെയും അറുക്കൽ നിർബന്ധമാണ്. എന്നാൽ ഈ ജീവിയിൽ ന്യൂനത സ്വമേധയാ ഉണ്ടായതാണെങ്കിൽ അതുതന്നെയാണ് ഉദ്ഹിയ്യത്ത്. മറ്റൊന്നും അവന്റെ മേൽ നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു മൃഗത്തെ ഉദ്ഹിയ്യത്ത് അറുക്കാൻ നേർച്ചയാക്കുകയും പിന്നീട് നേർച്ച മൃഗം ഇന്നതാണെന്ന് നിശ്ചയിക്കുകയും ചെയ്തു. തുടർന്ന് ആ ജീവിയിൽ ന്യൂനത ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ന്യൂനത സ്വയം ഉണ്ടാവുകയോ അതുമല്ലെങ്കിൽ ആ ജീവി സ്വയം നശിക്കുകയോ അല്ലെങ്കിൽ ഓടിപ്പോവുകയോ ചെയ്താൽ ന്യൂനതയില്ലാത്ത ഒരു മൃഗത്തെ പകരം അറുക്കൽ നിർബന്ധമാണ്. ഉദ്ഹിയ്യത്തിന്റെ ദിവസങ്ങളിൽ സൂര്യോദയത്തിന് ശേഷം ചുരുങ്ങിയ രൂപത്തിലുള്ള 2 ഖുതുബയുടെയും 2 റക്അത്ത് നിസ്കാരത്തിന്റെയും സമയം കഴിയലോടുകൂടി അറവിന്റെ സമയം ആകുന്നതാണ്. എന്നാൽ സൂര്യൻ ഏകദേശം 7 മുഴം ഉയർന്ന് ഈ പറഞ്ഞ സമയം കഴിഞ്ഞതിന് ശേഷം അറുക്കലാണ് ഏറ്റവും നല്ലത്. ഞാൻ നിനക്ക് ഉടമയാക്കി തരുന്നു എന്ന പദപ്രയോഗം ഇല്ലാതെയാണെങ്കിലും അറുക്കപ്പെട്ട ജീവിയിൽ നിന്ന് അല്പം ദാനം ചെയ്യൽ നിർബന്ധമാണ്. എന്നാൽ കൊടുക്കുന്നത് വളരെ നിസ്സാരമായ ഒരു ഭാഗമായാൽ മതിയാവുകയില്ല. മാംസം വേവിക്കാതെ തന്നെ കൊടുക്കൽ നിർബന്ധമാണ്. അറവ് നടത്തുന്ന ഉടമക്ക് മാംസം സൂക്ഷിച്ചു വെക്കൽ അനുവദനീയമാണ്. അത് മാംസത്തിന് വില കൂടിയ സമയത്താണെങ്കിലും ശരി. മാംസത്തിന് കുറവ് വരുത്തുന്ന ന്യൂനതയുള്ളതും അംഗവൈകല്യമുള്ളതും ഉദ്ഹിയ്യത്തിന് പറ്റില്ല. അറുക്കാൻ വേണ്ടി തള്ളിയിടുന്ന സമയത്ത് കാലുമുറിയൽ പോലുള്ള വൈകല്യങ്ങൾ സംഭവിച്ചാലും അത് പറ്റുകയില്ല. എന്നാൽ ന്യൂനതയുള്ളതോ പ്രായം തികയാത്തതോ ആയ ജീവിയെ ഒരാൾ നേർച്ചയാക്കിയാൽ ഉദ്ഹിയ്യത്ത് അറുക്കേണ്ട സമയത്ത് അതിനെ അറുക്കുകയും ഉദ്ഹിയ്യത്ത് മാംസം വിനിയോഗിക്കുന്നത് പോലെ വിതരണം ചെയ്യുകയും വേണം. എന്നാൽ അത് ഉദ്ഹിയ്യത്തായി വീടുകയില്ല. ന്യൂനതയില്ലാത്ത ഒരു ജീവിയെ നേർച്ചയാക്കുകയും പിന്നീട് അതിൽ ന്യൂനത ഉണ്ടാവുകയും ചെയ്താൽ അതിനെ ഉദ്ഹിയ്യത്ത് അറുക്കണം. ഉദ്ഹിയ്യത്തിന്റെ നിയമങ്ങൾ അതിന് ബാധകവുമാണ്. നിർബന്ധമായ ഉദ്ഹിയ്യത്ത് പൂർണ്ണമായി ദാനം ചെയ്യണം. അതിൽ നിന്ന് ഉദ്ഹിയ്യത്ത് അറുത്തവനും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരും തിന്നൽ ഹറാമാണ്. അതുപോലെ സമ്പന്നന്മാർക്ക് കൊടുക്കലും ഹറാമാണ്. എന്നാൽ സുന്നത്തായ ഉദ്ഹിയ്യത്താണെങ്കിൽ ബറക്കത്തിനു വേണ്ടി അതിൽ നിന്ന് അല്പം കഴിക്കലും അത് കരളിൽ നിന്ന് ആകലും ആകെ മാംസത്തിന്റെ 1/3 കൂടാതിരിക്കലും സുന്നത്തുണ്ട്. സുന്നത്തായ ഉദ്ഹിയ്യത്തിന്റെ മാംസം അല്പം വിതരണം ചെയ്ത് ബാക്കിയുള്ളത് സൂക്ഷിച്ചു വെക്കൽ കറാഹത്തില്ലാതെ തന്നെ അനുവദനീയമാണ്. അത് മാംസത്തിന് വില കൂടിയ സാഹചര്യത്തിലാണെങ്കിലും. അല്പം ഭക്ഷിച്ച് ബാക്കി ദാനം ചെയ്താൽ ഒരു പൂർണ്ണമായ ഉദ്ഹിയ്യത്തിന്റെ പ്രതിഫലം കിട്ടും. സുന്നത്തായ ഉദ്ഹിയ്യത്തിന്റെ തോല്, കൊമ്പ് പോലെയുള്ളവയെല്ലാം ദാനം ചെയ്യലാണ് ഉത്തമം. ദാനം ചെയ്യുന്നില്ല എങ്കിൽ അവനോ അവന്റെ കാലശേഷം അനന്തരാവകാശികളോ അത് വിൽക്കലും വാടകയ്ക്ക് കൊടുക്കലും അറവുകാരന്റെ കൂലിയായിട്ട് കൊടുക്കലുമെല്ലാം ഹറാമാണ്. അവന് ഉപയോഗിക്കാം എന്നു മാത്രം. ഉദ്ഹിയ്യത്ത് ഇസ്ലാമികമായ ഒരു ആരാധന ആയതിനാൽ ആ മാംസം അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കരുത്. പണ്ഡിതന്മാർ ഇക്കാര്യം ഊന്നി പറഞ്ഞത് കാണാം. ഉദ്ഹിയ്യത്ത് മാംസം അമുസ്ലിമിന് കൊടുക്കൽ ഹറാമാണ് എന്ന്. ഗർഭമുള്ള ഉദ്ഹിയ്യത്ത് മൃഗത്തെ അറുക്കുകയും തള്ളയെ അറുത്തത് കാരണമായി കുട്ടിയുടെ ജീവൻ പോവുകയും ചെയ്താൽ ആ കുട്ടിയെയും ഭക്ഷിക്കാവുന്നതാണ്. എന്നാൽ കുട്ടി ജീവനോടെ പുറത്തു വന്നാൽ നിർബന്ധമായ ഉദ്ഹിയ്യത്താണെങ്കിൽ കുട്ടിയെയും അറുക്കൽ നിർബന്ധമാണ്. ഈ 2 ഘട്ടത്തിലും തള്ളയുടെ മാംസം പോലെ തന്നെ കുട്ടിയുടേതും ദാനം ചെയ്യണം. അറുത്തവനും അവന്റെ ആശ്രിതർക്കും അത് തിന്നൽ ഹറാമുമാണ്. ജീവിച്ചിരിക്കുന്ന ആൾക്ക് വേണ്ടി അവന്റെ അനുമതിയില്ലാതെയും മരിച്ചവർക്ക് വേണ്ടി അവൻ വസിയത്ത് ചെയ്യാതെയും ഉദ്ഹിയ്യത്ത് അറുത്താൽ ശരിയാവില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് തനിക്കു വേണ്ടി എല്ലാ കൊല്ലവും ഉദ്ഹിയ്യത്ത് അറുക്കാൻ വസിയത്ത് ചെയ്തിരുന്നു എന്ന ഹദീസിൽ നിന്ന് മരിച്ച വ്യക്തി വസിയത്ത് ചെയ്താൽ അത് പറ്റുമെന്ന് വ്യക്തമാകുന്നു. മരിച്ച വ്യക്തിയുടെ അനുമതിയോടെ അവൻ നിശ്ചയിച്ച സമ്പത്തിൽ നിന്ന് ഉദ്ഹിയ്യത്ത് അറുത്താൽ അറുക്കുന്നവൻ മരിച്ചവന്റെ അനന്തരാവകാശിയാണെങ്കിലും അല്ലെങ്കിലും മുഴുവൻ ദാനം ചെയ്യൽ നിർബന്ധമാണ്.